ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. നല്ലൊരു വൈബാണ് അവിടെ കാണാനായിട്ട്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് എഴുതിയിട്ട് ഞാനും നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ കൂടിയിട്ട് ഞങ്ങൾ പോകാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകാൻ ഒരുപാട് കയറാനൊക്കെ ഉണ്ട്, കുറച്ച് നടക്കാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചാണ്ട് എത്തിയപ്പം കുറച്ചൊക്കെ കയറിയപ്പോൾ നമ്മൾ ആകെ ടയർഡായിട്ടു. കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല രസമുണ്ടായിട്ട് അവിടെ കാണാനും. നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുത്തുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. കുട്ടികൾക്കൊക്കെ കുളിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. Beijo. അപ്പോൾ റൈസുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, കുക്കൂനൊക്കെ. അടൊക്കടി അതിന്റെ മോൾക്കൊക്കെ കേറല്ലേ. അപ്പോൾ നമ്മൾ നല്ല മഴയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ പോന്നപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിട്ട്.
അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉണങ്ങി ലെവലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഓൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് വെയിറ്റ് ചെയ്ത് കാണ്ട്. അപ്പോൾ നല്ലോണം വെള്ളത്തിൽ ചാടിക്കാണ്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ കരുതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി അതൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, നമുക്ക് ഇത് കിട്ടുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുക റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഞാൻ കരുതിന്ന മുളക് പൊടിയൊന്നും ഉണ്ടാകുന്നു. മുളക് പൊടിയൊക്കെ ഇട്ടാൽ പിന്നെ വേറെ ഒരു ലെവലാവില്ലേ. അപ്പം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഇത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കണോണ്ടാണ് കേട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുത്തത്. കോൺഫ്ലവറിൻ്റെ കുറച്ച് പൊടി അതിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഇങ്ങനെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി നിൽക്കുന്ന ടൈമിൽ ഞാൻ അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ വേഗം തന്നെ ഒരു കളർ ചേഞ്ച് ആയി പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നന്നായി ചൂടായ എണ്ണ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് വരെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ.